സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജീസസ് ഫാമിലിയുടെ ഇന്നത്തെ ആരാധന നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ ചലനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസം കുതിച്ചുയരട്ടെ. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ അധരങ്ങളെ, എൻ്റെ ചിന്താധാരയെ, എൻ്റെ ഭാഷയെ, ഞാൻ എഴുതി വച്ചിരിക്കുന്ന നോട്ടിനെ കർത്താവ് അനുഗ്രഹിച്ച നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വിളമ്പിത്തരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ജീസസ് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കത്തോലിക്കർക്ക് വരാം, മർത്തോമക്കാർക്ക് വരാം, യാക്കോബക്കാർക്ക് വരാം, പെന്തിക്കോസുകാർക്ക് വരാം, ബ്രദറുകാർക്ക് വരാം. ആരെയും നോവിക്കാതെ വേദപുസ്തകം ഞാൻ അറിഞ്ഞിരിക്കുന്ന വിധത്തിൽ തന്നെ വിളമ്പുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പലരും സഹായിക്കുന്നുണ്ട്. നന്ദി. രൂപ ഞങ്ങൾ ചോദിക്കാറില്ല, പക്ഷേ രൂപ ഇല്ലാതെ കാര്യം നടക്കത്തില്ല. നിങ്ങൾ പാല് വാങ്ങിച്ചാൽ, പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ, ബസ്സിൽ കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ രൂപ കൊടുക്കണം. അതുപോലെ ഇതിൻ്റെയും കറണ്ടിന് ബാക്കി എല്ലാത്തിനും പല ചിലവുകളുണ്ട്. സഹായിക്കുന്നതിന് നന്ദി. ചോദിക്കത്തില്ല. ചോദിക്കാതെ തന്നാൽ ധൈര്യപൂർവ്വം സന്തോഷത്തോടെ നന്ദിയോടെ വാങ്ങിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ഫലിതം രാവിലെ എനിക്ക് ഓർമ്മ വന്നു. ഒരിടത്തൊരു ആന നടന്നു പോകുമായിരുന്നു. അപ്പോൾ ഒത്തിരി വനത്തിലാണല്ലോ ആന താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മരത്തിൽ ഒരു വലിയ ഉറുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു. ഇതേ ചെന്ന് മുട്ടി. ഈ ഉറുമ്പെല്ലാം കൂടി ഇതിൻ്റെ ശരീരത്തിൽ കയറി അങ്ങ് പിടിച്ചു, അങ്ങോട്ട് കടിക്കാൻ തുടങ്ങി. പക്ഷേ ആനയുടെ തൊലി ഒത്തിരി കട്ടിയുള്ളതാണ്. അതൊന്ന് കുടഞ്ഞപ്പോഴത്തേക്ക് ഉറുമ്പെല്ലാം അങ്ങ് താഴെ വീണു. ഒരു ഉറുമ്പ് മാത്രം അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ബാക്കിയെല്ലാം താഴെ വീണു. താഴെ കിടക്കുന്ന ഉറുമ്പെല്ലാം പറഞ്ഞു, അവനെ വിടരുത് കേട്ടോ, അവനെ വിടരുത്, അവൻ നമ്മളെ വിടരുത്, ഞെക്കട അവൻ്റെ കഴുത്ത് ഞെക്കി അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലടാ. ആനയെ കൊല്ലാൻ ഒരു ഉറുമ്പിന് സാധിക്കത്തില്ല. അതിൻ്റെ ബാക്കിയുള്ള മെസ്സേജ് കൂടെ കേൾക്കുമ്പോൾ, സന്ദേശം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ദൈവത്തിന് സമൻ എന്ന് തിരുവചനം പറയുന്നൊരു പക്ഷിയാണ് ഗരുഡൻ കേട്ടോ. അതേപോലെ മൃഗത്തിലും സിംഹം എന്ന് പറയുന്നത് ദൈവത്തിന് സമനായിട്ട് പറയുകയാണ്. ഇതാ വെളിപ്പാട് പുസ്തകം 5:4-5 പറയുകയാണ്. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും യോഗ്യനായി ആരെയും കാണായകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. 5. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പുസ്തകമല്ല, സ്വർഗത്തിലെ ഒരു പുസ്തകം. പഴയ നിയമത്തിലും പറയുന്നുണ്ട്. ഹോശേയ 5:14, ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഇനിയുമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 31:4 നിങ്ങൾക്ക് വായിക്കാം. യഹൂദായുടെ സിംഹം. ഈ സിംഹത്തിൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് പരിശോധിക്കാം. നാമം യഹൂദായുടെ സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളാകയാൽ, യഹൂദായുടെ സിംഹത്തിൻ്റെ ബീജം നമ്മളിലുള്ളതിനാൽ ഈ സിംഹത്തിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളും ഒപ്പിയെടുക്കണം, അതുപോലെ ജീവിക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു സിംഹത്തിൻ്റെ തൂക്കം, വെയിറ്റ് 190 കിലോയാണ്. ഒരു 190 കിലോ ഒരു ആൺസിംഹത്തിൻ്റെ. പെൺസിംഹമാണെങ്കിൽ 126 കിലോയാണ്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവർക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ഇത് നല്ലൊരു വിഷയമാണ്. അതിനാൽ ഇതിന് ഒത്തിരി നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട്, ഭാരമുള്ളതുകൊണ്ട് ചാടി വീണ് എത്ര വലിയ മൃഗത്തെയും ആക്രമിക്കാം, ആനയെയും ആക്രമിക്കാം. ഹല്ലേലൂയ. നാം പലപ്പോഴും നമ്മുടെ പരിമിതി നിശ്ചയിക്കുന്നത് ഏതിനകത്താണെന്നറിയാമോ? നമ്മുടെ കഴിവിനകത്ത്, നമ്മുടെ അറിവിനകത്ത്, നമ്മുടെ സ്ഥാനത്തിനനുസരിച്ചാണ്. പക്ഷേ യഹൂദായുടെ സിംഹം എന്നിൽ നിന്നിലുണ്ടെങ്കിൽ, സിംഹത്തിൻ്റെ വിത്ത് എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ, ഇതാ നഹൂമിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുകയാണ്. സിംഹം തൻ്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇര കൊണ്ട് തൻ്റെ ഗഹുരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്യുന്നു. ആർക്ക് വേണ്ടി? തൻ്റെ മക്കൾക്ക് വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ സിംഹമാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ളവരായിരിക്കണം. ആ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ വലിയ മൃഗങ്ങളെയും എല്ലാം കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീട്ടിനകത്ത്, മുറിക്കകത്ത്, അതിൻ്റെ ഗുഹയ്ക്കകത്ത് സൂക്ഷിച്ചു വെക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സിംഹം ആക്രമിക്കുന്നത് മൃഗത്തിൻ്റെ ശ്വാസനാളത്തിലാണ്. അവിടെയാണ് കയറി പിടിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് പിന്നെ അതിനെ കീറി മുറിച്ച് തിന്നുന്നത്. ഹല്ലേലൂയ. നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതുന്നവരായിരിക്കണം കേട്ടോ. കേട്ടോ ചായ, നമ്മളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരുതണം. പെങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല, സഹായിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല.
അല്ലേ? അപ്പുറത്തുള്ള പരിചയക്കാരുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന്, മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കണം കേട്ടോ. വേണ്ടതെല്ലാം കരുതി വയ്ക്കണം. ഹല്ലേലൂയ. ഇതാ ഉപദേശം. യഹൂദായുടെ സിംഹം നിന്നിലുള്ളതുകൊണ്ട് നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, നിൻ്റെ മക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ പപ്പായെ പറ്റി പറയും. എൻ്റെ പപ്പ ഒരു അസാധാരണമായ നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ആഹാരവും നല്ല വസ്ത്രവും തന്നു. പപ്പയുടെ പൈസ ഉണ്ടായിരുന്നു എങ്കിലും ഉണ്ടായിട്ടും അല്ലേ, അന്നത്തെ കാലത്ത് സൂപ്പിട്ട് തരുമായിരുന്നു. നെല്ലിക്കായുടെ നീരും നാരങ്ങയുടെ നീരും ഇഞ്ചിയുടെ നീരും കൂടി, ഇത് മൂന്നും ഒരു സീസണിലാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ നീരെല്ലാം കൂടെ കൊണ്ടുവന്നൊരു കുപ്പിക്കകത്ത് നിറച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെ തരുമായിരുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിച്ചു. നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കണം. 2, ജീവിതകാലം മുഴുവൻ അതിനൊരു തുണയേ ഉള്ളൂ. ഇണയായ തുണ, തുണയായ ഇണ, ഒരെണ്ണമേ ഉള്ളൂ. ഒരു സുന്ദരിയെ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകത്തില്ല. ഒരു സുന്ദരനെ കാണുമ്പോൾ ഇതിനെ വിട്ടും വെച്ച് അതിൻ്റെ പുറകെ പോകത്തില്ല. നോ ഡിവോഴ്സ്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നത് ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ദൈവം, ഞാൻ വായിക്കാം, മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. നിൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. 15, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു, ഡിവോഴ്സ് വെറുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ലില്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, പെണ്ണ് കാണാൻ പോകുമ്പോഴും ചെറുക്കനെ കാണാൻ വരുമ്പോഴും ഒക്കെ നല്ലതുപോലെ കണ്ണ് തുറന്ന് വെച്ച് നോക്കിക്കോണം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം പകുതിയെ കാണാം, പിന്നെ അവരുടെ കുറ്റമൊന്നുമല്ല കാണുന്നത്, അല്ലേ? കുറ്റമൊന്നുമല്ല കാണുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു തുണ. നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, പരുന്തിനും ഒരു തുണയേ ഉള്ളൂ, സിംഹത്തിനും ഒരു തുണയേ ഉള്ളൂ. ഒറ്റ തുണ മാത്രമുള്ള മൃഗങ്ങൾ വേറെ, പക്ഷികൾ ഒക്കെ വേറെയുണ്ട്, എനിക്കറിയാം. 3-ാമത്തെ കാര്യം, സിംഹം ഗർജിക്കുന്നു. ഹല്ലേലൂയ. പൂച്ച വംശത്തിൽപ്പെട്ട, പൂച്ചയുടെ വംശം എന്ന് പറയുന്നത് കാറ്റ് എന്നാണ് പറയുന്നത്, സിംഹത്തിനെ വിളിക്കുന്ന കാറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂച്ച വംശത്തിനകത്തുള്ള ഒരൊറ്റ വർഗം മാത്രമേ ഉള്ളൂ ഒന്നിച്ച് അമർന്നേ. ബാക്കിയൊക്കെ ഓരോന്നാണ്, അല്ലേ? പൂച്ചയായാലും പുള്ളിപ്പുലിയായാലും അതൊക്കെ ഓരോന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല. സിംഹങ്ങളെല്ലാവരും ഒരെണ്ണം അലറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് അലറും. അത് വലുതും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ അലറും. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അലർച്ച ഏകദേശം 1/2 മിനിറ്റിൽ കൂടുതലുണ്ട്, 40 സെക്കൻഡ് ഉണ്ട്. 8 കിലോമീറ്റർ ദൂരെ വരെ കേൾക്കാം. നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അത്രയും ദൂരം ഇവിടെ ഒരു സിംഹം അലറി കഴിയുമ്പോൾ കേൾക്കാം. ഹല്ലേലൂയ. അത് എപ്പോഴൊക്കെയാണ് അലറുന്നത്? വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ. എന്തിനാ അത് അലറാനുള്ള കാരണം എന്താണെന്നറിയാം? അതിന് വിശക്കുമ്പോഴാണ് അത് അലറുന്നത്. 1 പത്രോസ് 5:8 മുതൽ 10 വരെ പറയുന്നു, ആരെ വിഴുങ്ങേണ്ടുന്നു? ഞാൻ വിചാരിച്ചു വച്ചിരുന്നത് ഒരാനയൊക്കെ കൊന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു മൃഗത്തെ കൊന്നു കഴിയുമ്പോൾ അതിങ്ങനെ, നമ്മൾ ടാർസാൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, ഒരു കാർട്ടൂണുണ്ടല്ലേ, അതിൻ്റെ സിനിമയും ഉണ്ട്. അതിനൊക്കെ കാണുന്നു വെച്ചാൽ ഒരു മൃഗത്തെ കൊന്നു കഴിയുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് കയറി എന്ന് വെച്ചാൽ അല്ലല്ല, വിശക്കുമ്പോഴാണ്. അന്നേരം മാത്രമാണ് ആരെ വിഴുങ്ങേണ്ടുന്നു. എല്ലാവരെയും വിഴുങ്ങാനൊക്കെ. ആരെ വിഴുങ്ങണ്ടു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എല്ലാവരെയും വിഴുങ്ങാനൊക്കെ. ഇങ്ങോട്ട് വരുമ്പോഴാണ് പി ജി വർഷനെ കാണുന്നത്, പി ജി വർഷനെ അടയ്ക്കാനൊക്കെ. അപ്പോൾ ആരെ വിഴുങ്ങേണ്ടുന്നു? വിഴുങ്ങാൻ വെക്കുന്ന ചില പെന്തിക്കോസ്തുകാർ കാണും, വിഴുങ്ങാൻ വെക്കുന്ന ചില ബ്രദറുകാർ കാണും, വിഴുങ്ങാൻ കഴിയുന്ന ചില മർത്തോമക്കാർ കാണും. അങ്ങനെ ഓരോ സഭയിലും ഉള്ളവരെല്ലാം വിഴുങ്ങാനുള്ളവരുമുണ്ട്, വിഴുങ്ങാൻ ഒക്കാത്തവരുമായി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഞാനെയും നിന്നെയും സാത്താൻ, സിംഹം വിഴുങ്ങാൻ ഒക്കാത്ത വിധത്തിൽ നമ്മളായിത്തീരണം. സിംഹം അലർന്നത് അത് വിശക്കുമ്പോഴാണ്. 3-ാമത്തെ കാര്യം, കൊടുങ്കാറ്റിലാണ് അത് വേട്ടയാടുന്നത്. രാത്രിയിൽ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് രാത്രിയിലാണ്, പകലൊക്കെ കിടന്നുറങ്ങും. ഒരു സിംഹം 23 മണിക്കൂർ വരെ ഉറങ്ങും. അത് വയറ് നിറച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ. രാത്രിയിൽ അതിന് കണ്ണ് കാണാം. ശത്രുവിന് കാറ്റും ശബ്ദവും മഴയും ഒക്കെ വരുന്ന ഉടനെ അതിന് ഓടിച്ചെല്ലാൻ ഒക്കും. പക്ഷേ അതൊരവസരമായിട്ട് കാണുന്നു. ഞാനും നീയും കാറ്റും മഴയും കൊടുങ്കാറ്റിനെയും ഒരവസരമായിട്ട് കാണണം. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. ഹിന്ദിയിൽ പറഞ്ഞാൽ മോക്കാഹ്. ഇതാണ് സുവർണ്ണാവസരം. ഇനി മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രശ്നം, നിങ്ങളെ ആരെങ്കിലും കൊല്ലുമെന്ന് പറയുന്ന പ്രശ്നം, നിന്നെ ഞാൻ തട്ടിക്കളയുമെന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ നിനക്ക് ഗുണം വരുത്തില്ലെന്ന്, ഇതൊക്കെ ഒരു മോക്കായാണ്. ഞാൻ എൻ്റെ സുവിശേഷ വേലക്കാരെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. അവർ പലപ്പോഴും പറയും, ഞാൻ ഒരിക്കൽ പ്രസംഗിച്ച് കഴിഞ്ഞോ പറഞ്ഞ ഒരു വാക്ക്, ഹല്ലേലൂയ, ഇത് മോക്കായാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ദൈവമുണ്ട്, ജീവിക്കുന്നുവെന്ന് കാണിക്കുവാനായിട്ട്, എൻ്റെ കർത്താവിനെ സഹായിക്കുമെന്ന് കാണിക്കുവാനായിട്ട്. ഈ ഓഫീസ് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, നടന്നില്ല.
ഇതിൻ്റെ വിരോധികൾ, ക്രിസ്തു വിരോധികളൊക്കെ വന്ന് ചേർന്ന് നിർത്തണമെന്ന് പറഞ്ഞു. അവർ വലിയ പിടിപാടുള്ളവരാണ്, നിർത്തേണ്ടി വന്നു, രാഷ്ട്രീയക്കാരാണ്. രണ്ടാമത് ഞാൻ തുടങ്ങി. അന്നേരം നിന്നു. അന്നേരം അടുത്തുള്ള വലിയ ആളുകൾ എന്താ പറഞ്ഞു, ഇനിയും പി ജോർജിനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം 2 പ്രാവശ്യം ശ്രമിച്ചാണ്. ഞാൻ പണിതു, ഇത് പണിതു. ഞാൻ പറയുന്നതെല്ലാം ദൈവം നിനക്ക് തരുന്ന മോക്കായാണ്. എൻ്റെ ദൈവം അവരെ കാണിക്കാനൊന്നുമല്ല, പക്ഷെ അവർ തന്നെത്താനെ പറയണം, അവൻ്റെ ദൈവം കൊള്ളാം. എൻ്റെ ഈ കെട്ടിടം കണ്ടു കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പറയാൻ കഴിയും. ഇതിനേക്കാളൊക്കെ നല്ല കെട്ടിടങ്ങളുണ്ട്, പക്ഷേ പറയാൻ കഴിയും. ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ഒരു പട്ടാളക്കാരൻ ഇവിടെ വന്നിട്ട് ഇത്രയും സാധിച്ചല്ലോ. ദൈവം നിനക്കും തരുന്ന അവസരമാണ്. നിൻ്റെ നേരെ വരുന്ന കൊടുങ്കാറ്റ്, വലിയ കാറ്റ്, വലിയ മഴ, ഇതെല്ലാം കണ്ടും വെച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്താണ് മറ്റ് മൃഗങ്ങൾ നീ അലറി കഴിയുമ്പോൾ ഇത് പുറത്തോട് ഓടും. നിനക്ക് കാണാനൊക്കും, നിനക്ക് കാഴ്ചയുണ്ട്, നിനക്ക് പോയി പിടിക്കാനൊക്കും. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം, പെൺസിംഹമാണ് ഇര പിടിക്കുന്നത്. അത് ഇര പിടിക്കാനൊരു ആൺസിംഹം ഇങ്ങനെ ഇപ്പുറത്ത് നോക്കി നിൽക്കത്തേ ഉള്ളൂ. വലിയൊരു കൂട്ടം വിചാരിച്ചു ഒരു 15-20 കാട്ടുപോത്തുകളാണ്. ഒന്നുകിൽ ഈ പെൺസിംഹം അതിൻ്റെ നടുക്കായിരിക്കും, അപ്പോഴാണ് ആൺസിംഹം പിടിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് നോക്കി നിൽക്കും. സഹോദരിമാരുടെയൊക്കെ പറയുകയാണ്, പെൺസിംഹത്തോട് പറയുകയാണ് കേട്ടോ, ഒന്നുകിൽ നിങ്ങൾ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കണം. ഹല്ലേലൂയ. നിനക്ക് വലിയ ചുമതലയുണ്ട്. ഹല്ലേലൂയ. വലിയ ചുമതലയുണ്ട്. ഹല്ലേലൂയ. നീ വീട്ടിനകത്തെ പ്രഷർ കുക്കറായിട്ട് മാത്രം ഇരിക്കുവാനായിട്ടല്ല. ഒന്നുകിൽ നീ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അതിനെ നേരിടണം, അല്ലെങ്കിൽ സൈഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച 2 കാര്യം. ഒന്നുകിൽ നടുക്ക്, അതിൻ്റെ പ്രശ്നത്തിൻ്റെ നടുക്ക്, അല്ലെങ്കിൽ രണ്ടാമത് അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഭർത്താവിന് ബലം കൊടുക്കണം. ഹല്ലേലൂയ. നീ നിൻ്റെ ജോലി ചെയ്യണം സഹോദരി. 5-ാമത്തെ കാര്യം, ഏറ്റവും വലിയ തീറ്റിമൃഗമാണ് കരയിലുള്ളതിനകത്തെ സിംഹം, കടലിനകത്തെ തിമിംഗലമാണ്. പക്ഷേ തിമിംഗലം എന്തുമാത്രം കഴിക്കുമെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി വരും. പക്ഷേ ഇവിടെ സിംഹമാണ് രാത്രി ആഹാരം കഴിക്കുന്നത്. എന്തുമാത്രം ആഹാരം കഴിക്കാം? അത് ഒറ്റയടിക്ക് 40 കിലോ ഇറച്ചി തിന്നും. അതായത് സ്വന്തം ഭാരത്തിൻ്റെ 4-1. എൻ്റെ വെയിറ്റ് ഏകദേശം 90 കിലോയാണ്. അപ്പം ഞാൻ കഴിക്കുവാണെങ്കിൽ എന്തുമാത്രം കഴിക്കണം? 22 കിലോ ആഹാരം കഴിക്കണം, സിംഹത്തിനെ പോലെ കഴിക്കണമെങ്കിൽ. അപ്പോൾ ഇത് കേട്ടുമ്പോൾ പറയാം, ബ്രദറല്ലേ പറഞ്ഞേ നമ്മളെല്ലാം സിംഹമാണ്, അപ്പോൾ നമുക്ക് അത്രയും കഴിക്കാമല്ലോ. കഴിച്ചുമ്പോൾ പിന്നെ വയറല്ലേ. ഒരാൾ 50 വയസ്സ് വരെ രൂപ ഉണ്ടാക്കാൻ നടക്കുക, വയറ് നിറയ്ക്കാൻ നടക്കുക. 50 വയസ്സ് വരെ അയാൾക്ക് എങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കണം. 50 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നടക്കുന്ന എന്തിനാണെന്നറിയാം? ഈ വയറ് കുറഞ്ഞു വരാൻ. അതുകൊണ്ട് നിൻ്റെ ആഹാരം നീ ശ്രദ്ധിക്കുക. പക്ഷേ ഇവിടുത്തെ ഞാൻ പറയുന്നു, നമ്മൾ ഇതുപോലെ നമ്മുടെ ആഹാരം ദൈവവചനമായിരിക്കണം. സിംഹത്തിൻ്റെ ഇറച്ചിയാണ്, നമ്മൾ ഇറച്ചി തിന്നണം. ഏതിറച്ചി? ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല 1-ാം തരം ദൈവത്തിൻ്റെ വചനമാകുന്ന കഴിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സിംഹമേ, എൻ്റെ ശബ്ദം കേൾക്കുന്നുള്ള സിംഹിയെ, ഹല്ലേലൂയ, ധാരാളം ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഞാൻ ഇന്ന് എത്ര വചനം കേട്ടു? 2, 3 അങ്ങോട്ട് കേട്ടു. വളരെ ധൃതിയുള്ള ദിവസമായിരുന്നെങ്കിലും ഞാൻ കേട്ടു. ഇനിയും വൈകിട്ട് ചെന്ന് വെച്ച് വീണ്ടും കേൾക്കും. നിങ്ങൾ ആളുകൾ ചോദിക്കും, എന്തിനാണ് കേൾക്കുന്നത്? ഇതൊരു രസത്തിനാണോ? അല്ല, പഠിക്കാൻ, വചനം പഠിക്കാൻ, അതിന് വേണ്ടി മാത്രമാണ്. അനുഗ്രഹത്തെപ്പറ്റി അറിയാൻ വേണ്ടി മാത്രമല്ല. ഡീപ്പർ ലൈഫ്. ഹല്ലേലൂയ. അത് ഞാൻ പിന്നീട് പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വചനം പഠിക്കുന്നവരായിരിക്കും. ധാരാളം വചനം പഠിക്കുക കേട്ടോ. ഫോണിനകത്ത് കേൾക്കാമല്ലോ, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഫോണിനകത്ത് കേൾക്കാമല്ലോ. എല്ലാവരുടെയും ഫോണുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇവിടെയുണ്ട്. ഏതെങ്കിലുമൊക്കെ വചനം കേൾക്കുക. ഹല്ലേലൂയ. 6, അതിൻ്റെ നാക്ക് പരുപരുത്തതാണ്. അതെന്താ പറയുന്നത് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുക്കലെങ്ങാണെങ്കിലും ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിന് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുത്താട്ട് അത് നക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈ നിങ്ങൾക്ക് കാണാം, അത് പരുപരുത്തതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള മാംസം പോലും അതിന് നക്കിയെടുക്കുവാൻ കഴിയും. കടിച്ചു പറിച്ചെടുക്കാം, പക്ഷേ ചിലത് എല്ലിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും, കടിച്ചു പിടിക്കാനൊക്കത്തില്ല. അതിനാ സമയത്ത് നക്കിയെടുക്കുവാനൊക്കും. ഹല്ലേലൂയ. നാമും ആഴത്തിലിറങ്ങി വചനം പഠിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള, പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ആത്മീയ അർത്ഥങ്ങൾ പോലും നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു സിംഹമായി തീരണം. സിംഹി കേട്ടാട്ട്, സിംഹമേ കേട്ടാട്ട്. ഹല്ലേലൂയ. ആഴത്തിലിറങ്ങി വചനം നക്കിയെടുക്കണം. ഹല്ലേലൂയ. 9-ാമത്തെ കാര്യം, ഒരു കുടുംബമാണ് ഒരു സിംഹത്തിന് ഏറ്റവും വലുത്. അല്ലേ? ഒരു സിംഹം, ഒരു ആൺസിംഹം, ഒരു പെൺസിംഹം, പിന്നെ അതിൻ്റെ മക്കൾ, ചിലപ്പോൾ അതിൻ്റെ ബന്ധുക്കളും അതിൻ്റെ കൂടെ കണ്ടെന്ന് വരും. ഒരു സാധാരണ സിംഹം ഒരാണും ഒരു പെണ്ണുമേ കാണത്തുള്ളൂ. ചിലപ്പോൾ 4, 5, 6 കണ്ടെന്ന് വരാം. ഇതെല്ലാം കൂടെ എന്തു ചെയ്യുന്നു? ഒന്നിച്ചാണ് താമസിക്കുന്നത്. പല സിംഹികളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അതിനും കാണും.
അല്ലേ? ആ സമയത്തിന് ഈ ഒരു സിംഹത്തിൻ്റെ കുഞ്ഞിന് ഏത് അമ്മയെടുക്കലും ചെന്നിട്ട് പാൽ കുടിക്കാം. അങ്ങനെ ബാക്കിയുള്ളതിനൊക്കെ സമ്മതിക്കുമോ? ഇല്ല. പശുക്കളുണ്ടെങ്കിൽ വേറെ ഒരു പശുക്കിടാവ് വന്ന് പാൽ കുടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഓടി അതതിൻ്റെ കുഞ്ഞാണ്. സിംഹത്തിന് അങ്ങനെയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചുമതലയുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഉപദേശിക്കുവാൻ, കേട്ടോ, ആർക്കും പാൽ കൊടുക്കുവാൻ തക്കവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഉപദേശിക്കുവാൻ തക്കണം. ഒരു കൊച്ചൻ വൃത്തികേട് കാണിക്കുകയാണ്, ഒരു പെൺകുട്ടി തെറ്റായിട്ടുള്ളൊരു സ്ഥാനത്ത് നിൽക്കുകയാണ്, അതിനെ ഉപദേശിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. വചനം കൊടുക്കുവാനുള്ള പാല്, വചനമാകുന്ന പാല് അത് കൊടുക്കുവാൻ. ഹല്ലേലൂയ. അത് ഏതമ്മയും കൊടുക്കണം, ഏതപ്പനും കൊടുക്കണം. ഹല്ലേലൂയ. അടുത്തത് 8ാമത്തെ കാര്യം, ആൺസിംഹത്തിന് സടയുണ്ട്. സടയെന്നുള്ളതിന് ഇംഗ്ലീഷ് MEANE, മെയിൻ എന്നാണ്. മെയിൻ. അതിന് സടയുണ്ട്. സടയുള്ള 2 ജീവികൾ, ഒന്ന് സിംഹവും ഒന്ന് കുതിരയുമാണ്. അതിന് കുഞ്ചിരോമം. ഇവിടെ സടയെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലേ? അത് കുടുംബത്തോട് മുഴുവൻ സ്നേഹമുള്ളവരാണ്. ഈ 5 or 6 പേര് ഒന്നിച്ച് താമസിച്ചാലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഉള്ളവരോട് വലിയ സ്നേഹമാണ്. പശുക്കളെ പോലെയല്ല. ഒരു പശുവിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ, ഒരു മൃഗം ആക്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒന്നും ചെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സിംഹം കുടുംബസ്നേഹമുള്ള ഒരു ജീവിയാണ്. ഹല്ലേലൂയ. ആൺസിംഹത്തിന് സടയുണ്ട്. ഹല്ലേലൂയ. അതിന് 16 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇഞ്ചിലധികം നീളം കാണും. അതിൻ്റെ പ്രൗഢിയെ കാണിക്കുന്നു. ദൈവദാസന്മാരും ദൈവദാസിമാരും അഹങ്കാരികളാകരുത്, പക്ഷെ നമുക്കൊരു പ്രൗഢി ഉണ്ടായിരിക്കണം. നമ്മുടെ സംസാരം, നമ്മുടെ ഭാഷ പോലും, അല്ലേ? ചിലരൊക്കെ വളരെ ചീപ്പായിട്ടുള്ള, അങ്ങനെ ഇംഗ്ലീഷ് പറയുകയാണ്, ചീപ്പായിട്ടുള്ള, നമ്മളെല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്നല്ലേ, ചീപ്പായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ചിലർ. അങ്ങനെ പാടില്ല, അല്ലേ? കേട്ടോ, നിങ്ങളുടെ ഭാഷ പോലും വളരെ പ്രൗഢിയുള്ളതായിരിക്കണം. നിങ്ങളുടെ വസ്ത്രധാരണം വളരെ പ്രൗഢിയുള്ളതായിരിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ദൈവദാസന്മാരും ഒക്കെ കുടവയറും ഒക്കെ ഉള്ളവർ കുടവയറിൻ്റെ താഴെ വെച്ച് ലുങ്കിയൊക്കെ കൊടുത്ത് വീട്ടിലിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരുന്നാട്ടെ, ഫാനിൻ്റെ കീഴിലിരിക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ വേർക്കുന്ന നാടാണ്. പക്ഷേ ആരെങ്കിലും വരുന്നവരെ അങ്ങനെ ഇരിക്കരുത്. ചിലർ സ്ത്രീകൾ വന്ന് കയറുമ്പോഴും അങ്ങനെ ഇരിക്കും, അല്ലേ? എന്താ വന്നേ, ബാ ഇരിക്കുക. ഇല്ല, നിങ്ങളൊരു ഘനശാലികളായിരിക്കണം, പ്രൗഢിയുള്ളവരായിരിക്കണം, കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ സാവധാനത്തിലാണെങ്കിലും നിങ്ങൾ മാന്യരായിട്ട്, നിങ്ങളുടെ അഭിമാനത്തിനകത്ത്, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലിനകത്ത്, എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രൗഢി ഉണ്ടായിരിക്കണം. നടക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവും, ഇത് നല്ല മനുഷ്യനാണ്. ഞാനീ പറഞ്ഞില്ല അഹങ്കാരിയാവണമെന്നല്ല, ഗമയിലിങ്ങനെ നടക്കണമെന്നല്ല, ഇങ്ങനെ നടക്കുന്നവർ നടക്കട്ടെ. പക്ഷെ നിങ്ങളൊരു അഭിമാനിയായിരിക്കണം, നിങ്ങൾ സടയുള്ളവരായിരിക്കണം. പുരുഷന്മാർ, സ്ത്രീകളോ, നിങ്ങളും മാന്യരായിരിക്കണം. നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ വർത്തമാനം പറയുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാം. ഞാനൊരു ഉദാഹരണം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് പ്രസംഗിക്കാനായിട്ട്, വേറെടുത്ത് അടുത്ത ആഴ്ച പ്രസംഗിക്കാനായിട്ട്. ഒരു ദൈവദാസൻ, എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസനും ഭാര്യയും കൂടെ എന്നെ വന്ന് കണ്ടു. പഞ്ചാബിയാണ്. എൻ്റെയൊക്കെ പറഞ്ഞു, എനിക്ക് വീടുണ്ട്, പക്ഷേ ഒരു മുറിയൂടെ പണിയണമെന്നൊരാഗ്രഹം. പക്ഷേ അതിനടുത്ത പുരയിടം വിൽക്കാൻ കിടക്കുക. ഒരു 50,000 രൂപ കിട്ടാമെങ്കിൽ ആ പുരയിടം എനിക്ക് വാങ്ങിക്കാം, എന്നെ സഹായിക്കാം. ഞാൻ പറഞ്ഞു സഹായിക്കാം. എനിക്കൊരു എഴുതി തന്ന ആപ്ലിക്കേഷൻ എഴുതി തന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ വാങ്ങിച്ചു. കാരണം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഇതൊക്കെ വേണം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി വാങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞു, വാസ്തവത്തിൽ ഇദ്ദേഹം ഈ പുരയിടം വാങ്ങിച്ചു കഴിഞ്ഞു. എന്നോട് കള്ളം പറഞ്ഞില്ല, പക്ഷെ സത്യമല്ല പറഞ്ഞു. അപ്പോൾ എൻ്റെക്കൽ പറഞ്ഞ ആൾ പറഞ്ഞു, ഇനി കൊടുക്കേണ്ട രൂപ, അദ്ദേഹം പുരയിടം വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് മുറി പണിയാൻ രൂപ വേണമായിരിക്കും. ഞാൻ കൊടുത്തു. കാരണം ഞാൻ വാക്ക് പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ മറ്റേ മനുഷ്യനൊക്കെ പറഞ്ഞു, ഇല്ല, ഞാൻ വാക്ക് പറഞ്ഞു പോയി. അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, കേട്ടോ, എന്നോട് പറഞ്ഞത് ശരിയല്ല. അത് ഞാൻ പുരയിടം വാങ്ങിച്ചു, ശരി, അദ്ദേഹം നിന്ന് പഴിക്കാൻ നോക്കി. പക്ഷേ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നിങ്ങൾ വാക്ക് പാലിക്കാൻ ഒക്കത്തില്ലെങ്കിൽ പറയാം, അല്ലേ? സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് വാക്ക് പാലിക്കാനൊക്കത്തില്ലെങ്കിൽ പറയണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സടയുള്ളവരായിരിക്കണം, നമ്മൾ മാന്യരായിരിക്കണം, നമ്മൾ അഭിമാനികളായിരിക്കണം. വാക്ക് പറഞ്ഞത് പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. 9ാമത്തെ കാര്യം, കുഞ്ഞു സിംഹത്തിനും ബാലസിംഹത്തിനും ശരീരത്തിൽ പുള്ളികളുണ്ട്. അതിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോഴും പിന്നെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴും ശരീരത്തിന് പുള്ളികളുണ്ട്. പക്ഷേ വളർന്നു വരുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. എന്താണ്? നാമും ശൈശവ ചാബല്യങ്ങൾ ഉപേക്ഷിക്കണം, അല്ലേ? ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളതല്ല നമ്മളൊരു സഭയുടെ ചാർജ് എടുത്ത് കഴിയുമ്പോൾ. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തുള്ള ചാബല്യങ്ങളല്ല. നമ്മളെപ്പോഴും മാന്യരായിരിക്കണം, നമ്മൾ വളരണം. ശൈശവപ്രായ വീഴ്ചകൾ, നമ്മുടെ സംസാരം, ഇതെല്ലാം മാറ്റിയെടുക്കണം, അല്ലേ? നമ്മൾ പാട്ടും പാടില്ല, അല്ലേ? ശൈശവ പ്രായ വീഴ്ചകൾ.
അല്ലേ? നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ പുള്ളികളൊക്കെ അപ്രത്യക്ഷമാകണം. നമ്മൾ ഗംഭീരമായിട്ട് നിൽക്കുവാൻ, ഗംഭീരശാലികളായിട്ട് നിൽക്കുവാൻ ദൈവദാസനാണെന്ന് പറഞ്ഞാൽ. ഒരാൾ എൻ്റെ ചോദിച്ചു, നിങ്ങൾ ദൈവദാസനാണ്? ഞാൻ പറഞ്ഞു, ധൈര്യപൂർവ്വം പറയുകയാണ്. എന്നാൽ ഞങ്ങളുടെ വേറൊരു ദൈവദാസൻ, ഞങ്ങളുടെ സംഘടനയുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ അവിടെ പുരയിടമുണ്ട്, ഞങ്ങളുടെ സംഘടനയുടെ വക പുരയിടമുണ്ട്. അടുത്ത വീട്ടുകാരൻ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പുരയിടത്തിനകത്ത് എൻ്റെ മോടെ കല്യാണം ഒന്ന് നടത്തിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങളുടെ ഞായറാഴ്ചത്തെ ആരാധനയുടെ സമയം ഒന്ന് മാറ്റാമോ? അവരുടെ കല്യാണം 10 മണിക്കാണ്. അപ്പോൾ നമ്മൾ ആരാധന തീരുന്നത് 11 മണിക്കാണ്. അപ്പോഴേ ഞാൻ അവിടെ ചെന്നേ. അപ്പോൾ ഇദ്ദേഹം ഒന്ന് വിഷമിച്ചു. ഇദ്ദേഹം അവിടെ ചെന്ന് മറ്റോടൊക്കെ പറഞ്ഞു, ഒക്കത്തില്ല, ഞങ്ങളുടെ വലിയ പാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെയൊക്കെ വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ആരാധന നിർത്തിയിട്ട് കാര്യം ഒന്നുമില്ല, നിങ്ങൾ കല്യാണം സമയത്ത് മാറ്റിയാട്ടെ, ഞങ്ങളുടെ ആരാധന കഴിയുമ്പോൾ നിങ്ങൾ നടത്തിക്കോ, പക്ഷേ അതുവരെ നടത്താൻ ഒക്കത്തില്ല. അന്നേരം പറഞ്ഞു, ഈ മനുഷ്യൻ പറഞ്ഞു, അയാൾ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു. ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, നീ ആണോ പാസ്റ്റർ? നീ എന്നെ കള്ളം പറയും, നീ എൻ്റെ പറഞ്ഞില്ലായിരുന്നു നടത്തിക്കോളാൻ? ആ മനുഷ്യന് ഞങ്ങളുടെ സംഘടന വിട്ടും വെച്ച് പോകേണ്ടി വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സംസാരം ശരിയായിരിക്കണം, നമ്മുടെ പെരുമാറ്റം ശരിയായിരിക്കണം, നമ്മുടെ നോട്ടം ശരിയായിരിക്കണം, അല്ലേ? നമ്മുടെ നടപ്പ് ശരിയായിരിക്കണം. നമ്മുടെ സകലതും, നമ്മുടെ ശൈശവത്തിലുള്ള പുള്ളികളൊക്കെ അപ്രത്യക്ഷമായി തീരണം. നമ്മൾ വളരണം, പിന്നെയും വളരണം. വളർന്നു കഴിയുമ്പോഴാണ് സടയുണ്ടാകുന്നത്, അതുവരെ സടയില്ല. ഹല്ലേലൂയ. അതുവഴി നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം, ആത്മീക ഗാംഭീര്യമുള്ളവരായിട്ട് വളരണം. ഹല്ലേലൂയ. 10ാമത്തെ കാര്യം, ഒരു സിംഹം നടക്കുന്നതിനൊരു ചന്തമുണ്ട്, അല്ലേ? രാജകീയ നടത്തം ബൈബിളിനകത്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നടപ്പിന് ഒരു ചന്തമുണ്ടായിരിക്കണം, നമ്മുടെ പെരുമാറ്റത്തിനകത്ത്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിനകത്ത് പോലും, ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കി ഒന്നുകൂടെ പറയാൻ പോവാണ്. പഞ്ചാബിൽ ഒരു മിലിറ്ററി ഓഫീസർ വന്നു, നേവിയിലെ ഒരു ഓഫീസർ വന്നു, എനിക്കറിയാവുന്ന ഒരു ഓഫീസർ. അയാൾ തന്നെ അതിൻ്റെയൊക്കെ പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് വഴിയിലൊരു എഴുത്ത് കിടക്കുന്നത്, പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീണ് പോയതാണ്. നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു, മേജർ ബർക്കത്ത് മസി. ഇവിടെ ഇങ്ങനെ ഒരു ആർമി ഓഫീസർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അദ്ദേഹം എഴുത്തൊരു വിചാരിന്ന് പരിചയപ്പെടാനും ഒക്കുമല്ലോ. അദ്ദേഹം നല്ലതുപോലെ ഡ്രസ്സുമൊക്കെ ചെയ്ത് മേജറെ കാണാൻ പോയില്ലയോ? അങ്ങോട്ട് ചെന്ന് വീടുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊരു മേജറുടെ വീടിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. മുറ്റത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു. ഒത്തിരി ഇല്ലെങ്കിലും കുറച്ചൊക്കെ കാട് പിടിച്ച്, മിലിറ്ററി ഓഫീസറുടെ അങ്ങനെ കിടക്കത്തില്ല. വീടിൻ്റെ അവിടെ 1-2 കടലാസുമൊക്കെ കീറിയത് കിടക്കുന്നു. അങ്ങോട്ട് ചെന്ന് കതകിന് കൊട്ടി. അന്നേരം ഒരാൾ, പഞ്ചാബികൾ അങ്ങനെയാണ് കേട്ടോ, ബനിയന് വിട്ട് അണ്ടർവെയർ ഇട്ടുകൊണ്ട്, ചിലർക്കുള്ള അണ്ടർവെയറാണ്, അത് വിട്ടുകൊണ്ട് ഇറങ്ങി വരുന്നു. പഞ്ചാബികൾ അങ്ങനെ നിൽക്കും. ഇയാളങ്ങോട്ട് നോക്കി വെച്ചോ, നീ എന്നോ മേജർ, എഴുത്തെടുത്തൊരു കൊടുത്ത് വെച്ച് ഇറങ്ങിപ്പോരുന്നു. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ളതായിരുന്നു മേജർ എന്ന് പറയുന്നത്. അതൊരു ഒരു ക്രിസ്തീയ വിഭാഗത്തിലെ ഒരു മേജറാണ്. ഞാൻ അതിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ റവറൻ്റ് എന്ന് എഴുതി വെച്ചാൽ, പാസ്റ്റർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേദപുസ്തകം കൊണ്ടാണെന്ന് കഴിഞ്ഞ് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്തോ പറയും. അതുകൊണ്ട് നമ്മളെപ്പോഴും മാന്യരായിട്ടായിരിക്കണം കേട്ടോ. രാജകീയമായ നടത്തമായിരിക്കണം. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാവണം, ഈ മനുഷ്യൻ വ്യത്യസ്തമാണ്, ബാക്കിയുള്ളവരെ പോലെയല്ല. ഒരിക്കൽ ഞാൻ ട്രെയിനിനകത്ത് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ അപ്പുറത്ത്, ഞാൻ അവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്ത് ഒരാളിരിക്കുന്നു, 2 മക്കളുമുണ്ട്. അദ്ദേഹം ഒരു പെന്തിക്കോസ് സഭയിൽ വന്നു കഴിയുമ്പോൾ തിരിച്ചു പോയ ആളാണ്, വലിയ ആളാണ്. അയ്യോ, ഞാനിവിടെയാണെങ്കിൽ അദ്ദേഹം ഇവിടെയാണ്, വലിയ ആളാണ്, അവിടെ നിന്ന് തിരികെ പോയതാണ്. എൻ്റെയൊക്കെ വർത്തമാനം പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചു, വർഗീസിന് മാന്യരായിട്ടുള്ള പെന്തിക്കോസിലെ പാസ്റ്റർമാരെ വല്ലവരും പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാനുണ്ട്. ധൈര്യപൂർവ്വം പറഞ്ഞു, അടുക്ക പറഞ്ഞാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വർഗീസ് പറഞ്ഞെ പറ്റി ഞങ്ങൾക്കറിയാം, വേറെ എനിക്കറിയാം കേട്ടോ. എങ്കിലും അദ്ദേഹത്തെ ഞാൻ നിശബ്ദനാക്കുവാൻ തക്കോണം, നിൻ്റെ സംസാരം അതായിരിക്കണം, എന്നെ നോക്കട്ടെ, ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞൊന്നും വരാം, എന്നെ നോക്കിയാട്ടെ. ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടോ? പറഞ്ഞാട്ടെ. ഏതെങ്കിലും സ്ത്രീകളുടെ കൈ കയറി പിടിച്ചെന്ന് വല്ലതും പറയാനുണ്ടോ? പറഞ്ഞാട്ടെ. ഞാൻ ഏതെങ്കിലും കള്ളം പറഞ്ഞെന്ന് പറയാനുണ്ടോ? ആയിരത്തുകാരിൽ വഴക്കുണ്ടായോ? ഇല്ല. ഞാൻ അവരുടെ അതിരുമാന്തിയോ? ഇല്ല. നമ്മുടെ നടപ്പ് വ്യത്യസ്തമായിരിക്കട്ടെ. 11ാമത്തെ കാര്യം, ഓരോ സിംഹ കുടുംബവും 1, 2, 3, 4, 5 പേര് കാണും. പക്ഷെ അതിൻ്റെ അതിർത്തി അത് മൂത്രം കൊണ്ട് അടയാളപ്പെടുത്തും. മറ്റപ്പുറത്ത് കുറേ സിംഹത്തിൻ്റെ ഒരു കൂട്ടം ഇതുപോലുണ്ടെങ്കിൽ ആ സിംഹം ഇവിടെ വരുമ്പോഴേ അതിനറിയാം ഇത് വേറൊരു സിംഹത്തിൻ്റെ കൂട്ടത്തിൻ്റെയാണ്, ഒരു കുടുംബത്തിൻ്റെ എന്നങ്ങ് പറഞ്ഞാട്ടെ, അല്ലേ? ആ കുടുംബത്തിൽ 5-6 പേര് കാണും.
അവർക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമും നമ്മുടെ അതിര് നിശ്ചയിക്കണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും അതിര് നിശ്ചയിക്കണം. ഏതാ? ഇതൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് എൻ്റെ പപ്പായ്ക്ക് നിർബന്ധമായിരുന്നു വിളക്ക് വെക്കുന്നതിന് മുമ്പേ വീട്ടിൽ വരണം. സ്കൂളിൽ ഫുട്ബോൾ കാണും. അപ്പോൾ ഞങ്ങൾ വളരെ ദൂരെ 5 കിലോമീറ്ററൊക്കെ നടന്നു വരണം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8 കിലോമീറ്റർ നടന്നു വരണം. അപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് നേരെ ഇരുട്ടി പോകും. പപ്പ പറഞ്ഞിട്ടുണ്ട്, എന്തോ വേണേലും ശരി നേരെ ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ വരണം. ഫുട്ബോൾ മാച്ച് ആണെങ്കിലും നാടകം ഉണ്ടെങ്കിലും ശരി, എന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ പപ്പ തന്നയച്ചിട്ടുണ്ട് ആനിവേഴ്സറിയൊക്കെ വരുന്ന സമയത്ത്. നിങ്ങളുടെ മക്കൾക്ക് ഒരു നിയമം ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ നിയമങ്ങളാണ്. ഞായറാഴ്ച ചർച്ചിൽ പോകണം. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിങ്ങനെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക ഞായറാഴ്ച. എനിക്കൊരു സംശയം തോന്നി. എൻ്റെ രണ്ടാമത്തെ മകൻ അവൻ അന്ന് ചർച്ചിൽ പോയില്ല. അവൻ എൻ്റെ ഇന്ന് അനുവാദം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടുത്തെ ടെന്നീസ് കളിയുടെ കോച്ചാണ്. അവനാണ് ടെന്നീസ് കളി പഠിപ്പിക്കുന്നത്. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ 10-ലോ 11-ലോ 12-ലോ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കോച്ചാണ്. അപ്പോൾ എൻ്റെ കൊന്ന് ചോദിച്ചായിരുന്നു, ഡാഡി അവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ലതുപോലെ അറിയാവുന്നുണ്ട്. അവർ സമ്മതിച്ചു, എനിക്ക് 1500 രൂപ ശമ്പളം കിട്ടും, ഞായറാഴ്ച പോയി പഠിപ്പിക്കണം. ഞാൻ രാവിലെ വൈകിട്ടോ? രാവിലെ. ഞാൻ പറഞ്ഞൊക്കത്തില്ല. അവൻ പറഞ്ഞു, ഡാഡി വൈകിട്ടും ഞങ്ങളുടെ ചർച്ചിനകത്ത്, അവൻ പോകുന്ന ചർച്ചിൽ, ഞങ്ങളുടെ മക്കളെല്ലാവരും കൂടെ പോകുന്ന ചർച്ചിൽ അവിടെ വൈകിട്ടും ആരാധന, ഞാൻ വൈകിട്ട് പോയിക്കോളാം. ശരി, സമ്മതിച്ച് ഞാൻ പോകണം. പക്ഷേ അന്നൊരു ദിവസം എനിക്കൊരു സംശയം, അവൻ ചർച്ചിൽ പോയില്ലെന്ന്. ഞാൻ ചോദിച്ചു, ബ്ലസ്സൻ നീ ഒന്ന് ചർച്ചിൽ പോയായിരുന്നോ? ഇല്ല. ഞാൻ ഉടനെ പറഞ്ഞു, നോക്കിയേ കഥക്ക് തുറന്നു കിടക്കുക, കഥ അടച്ചിരിക്കുന്നു, ലോക്ക് ചെയ്തിട്ടില്ല. ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ യു ക്യാൻ ഗോ അവേ, നിനക്ക് ഇറങ്ങിപ്പോവാം. ഈ വീട്ടിൽ താമസിക്കുവാണെങ്കിൽ നീ ആരാധനയ്ക്ക് പോകണം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അവൻ ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇവിടെ ഡൽഹിയിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാമെങ്കിൽ നല്ല ജോലി കിട്ടും, കടയിൽ സെയിൽസ്മാനായിട്ടെങ്കിലും നിൽക്കാം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു അകത്തവൻ ഇറങ്ങിപ്പോകുമെന്ന്. ഓക്കെ ഡാഡി പറഞ്ഞുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെങ്കിലും, പക്ഷേ എങ്കിലും ഞാൻ അതിരിട്ട് കാണിച്ചു. അത് മറ്റുള്ളവർക്കും ഒരു ബാധകമായിരുന്നു. മറ്റുള്ളവർക്കും ഒരു ബാധകം. ഇതുപോലെ ഒരു കാര്യത്തിനല്ല, ബാക്കിയുള്ള കാര്യത്തിന് എല്ലാവർക്കും. ഹല്ലേലൂയ. രാവിലെ ബൈബിൾ ഇച്ചിരി വായിക്കണം. കുടുംബ ഞങ്ങൾക്ക് വൈകിട്ടേ ഉള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ 6:30-7 ആകുമ്പോഴൊക്കെ സ്കൂളിൽ പോകണം. അവരവരുടെ മുറിയിലിരുന്നിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, ഓരോന്നിനും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു അതിരിടണം. നിങ്ങളുടെ ഭൂമിയുടെ അതിരിടണം. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഭൂമിയുണ്ടോ? വീടുണ്ടോ? ഇതിനതിരിട്ടിട്ടുണ്ടോ? വീതം വെച്ച് കൊടുത്തിട്ടുണ്ടോ? 2 മക്കളുണ്ട്, 3 മക്കളുണ്ട്. ഒരു മലയാളി എന്നെ ഒന്ന് കണ്ടുമിച്ച് എൻ്റെ ഒക്കെ പറഞ്ഞു, ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ, എൻ്റെ അപ്പന് 5-6 ഏക്കർ ഭൂമിയുണ്ട്, ഇതുവരെ വീതം വെച്ചിട്ടില്ല. ഞങ്ങൾ അപ്പൻ്റെയൊക്കെ പറയാ, ഞാൻ ചത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു. അത് വഴക്കുണ്ടാകത്തില്ലയോ? നല്ല ഭൂമി, നല്ല വശം, മുൻവശം ആർക്ക് വേണം, അതിന് വഴക്കുണ്ടാകത്തില്ലയോ? അപ്പച്ചൻ്റെയൊക്കെ പറയുന്നത് കേട്ടാട്ട് അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഇരുന്നിട്ട് മക്കൾക്ക് ന്യായമായിട്ട് ഭാഗിച്ചു കൊടുക്കണം. എൻ്റെ പപ്പ ചെയ്തിട്ടായി പറയുന്നത്. ഒരിക്കൽ ഞാൻ അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പപ്പ മക്കളുടെയൊക്കെ പറഞ്ഞു, നോക്കിയാൽ ഞാൻ വീതം വെച്ചു, എനിക്ക് വീതം തന്നില്ല. എൻ്റെയൊക്കെ പറഞ്ഞു, നിനക്ക് സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എനിക്ക് ദൈവം ഉണ്ടല്ലോ. പപ്പ വാസ്തവത്തിൽ ഒരു നീതിമാനായതുകൊണ്ട് പപ്പായുടെ പേരിൽ ഇട്ടിരിക്കുന്നത് എനിക്ക് തരാനായിട്ടായിരുന്നു. പക്ഷേ അന്ന് പപ്പായ്ക്കൊരു സംശയം. കാരണം എനിക്കുണ്ടായിരുന്ന 6-7 സെൻറ്റ് ഭൂമി ഞാൻ പട്ടാളത്തിൽ വാങ്ങിച്ചത്, പപ്പ വാങ്ങിച്ചതെന്നാണ്. ഞാൻ അയച്ചു കൊടുത്ത രൂപ ഉണ്ട്, കുറച്ച് നിലം, 8 പറ നിലമുണ്ട്, ഇതുമുണ്ട്, 1/2 ഏക്കർ ഭൂമി വേറെടുത്തുമുണ്ട്. ഈ 1/2 ഏക്കർ ഭൂമി പിന്നീട് വാങ്ങിച്ചാണ്. ഈ 6-7 സെൻറ്റ് ഉള്ളത് ഞാൻ ഒരു ക്രിസ്ത്യ സംഘടനയ്ക്ക് കൊടുത്തു. അപ്പോൾ പപ്പായ്ക്ക് ഒരു വിചാരം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വല്ലവർക്കൊക്കെ കൊടുത്തെങ്കിലോ. അതുകൊണ്ട് നിനക്ക് തന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഭാഗിച്ചു. എന്നിട്ട് അടുത്ത ദിവസം പപ്പായുടെ ആ തോട്ടത്തിനകത്തോടെ എന്നെ കൊണ്ടുപോയി പറഞ്ഞ്, ഇതാണ് അവന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് മറ്റവന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് മറ്റവന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് ബാക്കി എനിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നടുക്കൂടി ഇങ്ങനെ ഒരു ചാനൽ ഇട്ടിരിക്കുന്നു, കുന്താലി വെച്ചിട്ട് ഇത്രയും അകലത്തിൽ. ഞാൻ ചോദിച്ചതെന്തിനാ? ഫുട്പാത്ത്. കാരണം ഞങ്ങൾ ചത്ത് കഴിയുമ്പം ചേട്ടനും അനിയനും വഴക്കുണ്ടാകരുത്. ഇതെൻ്റെ പുരയുടെ, ഇതിനകത്തുള്ള നീ എങ്ങനെ നടക്കുന്നത്? അവിടെ നടക്കാനുള്ള വഴി വളരെ ബുദ്ധിയോടെ. ഞാൻ വിചാരിച്ചു, എൻ്റെ പപ്പ ചെയ്തതുപോലെ അധികം പേരൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളും ചെയ്യണം. നിങ്ങളുടെ അതിരിടണം, വീട്ടിലെ നിയമങ്ങൾക്ക് അതിരിടണം. നിങ്ങളുടെ ഭൂമി ഉണ്ടെങ്കിൽ അതിനും അതിരിട്ട് വീതം വെക്കണം കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ മരണത്തിൻ്റെ സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ നിങ്ങളത് ചെയ്തിരിക്കണം. ഞാൻ വിൽപ്പത്രം എഴുതിയത് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അതും എനിക്ക് സിഗ്നൽ കിട്ടിയപ്പോഴാണ് ഞാനൊന്ന് താഴെ വീണു. ഒരിക്കലല്ല 2 പ്രാവശ്യം താഴെ വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി
ഇതെനിക്ക് ദൈവം തരുന്ന സിഗ്നലാണ്. ഉടനെ തന്നെ ഞാൻ വിൽപ്പത്രം എഴുതി വെച്ചു. ഇനി മക്കൾ അതിൻ്റെ വിൽപ്പത്രത്തിൻ്റെ കോപ്പി എടുത്ത് എല്ലാ മക്കൾക്കും ഓരോ കോപ്പി അയച്ചു കൊടുത്തു. അതിൻ്റെ ചുമതല എല്ലാം കൂടെ വേറൊരു പെൺകുട്ടിയെ ഏൽപ്പിച്ചു. എൻ്റെ അക്കൗണ്ടൻ്റാണ്. അവരെ ഏൽപ്പിച്ചു. അവിടെ ജോലിയാണ്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ, ലിലി മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ബാക്കിയുള്ളവർക്ക് ഭാഗിച്ചു രൂപയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അതിര് നിശ്ചയിക്കണം. സിംഹം അതിര് നിശ്ചയിക്കുന്നു. 12ാമത്തെ കാര്യം, ഒരു സിംഹത്തിൻ്റെ ആയുസ് 12 മുതൽ 16 വയസ്സ് വരെയാണ്. പക്ഷേ അത് ജീവിക്കുന്നത് രാജാവായിട്ടാണ്, വനത്തിൻ്റെ രാജാവായിട്ട്. നിങ്ങളുടെ ആയുസ് എത്ര ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. 40, 50, 60, 70, 80, 90, 100, 120 വയസ്സ് വരെ ജീവിക്കാം. അതിനപ്പുറത്തും ജീവിക്കാം. എങ്കിലും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് 120 കേട്ടോ. 70, 80 അല്ല, 120. അതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ മരിക്കും. പക്ഷേ ജീവിക്കുന്നത് മുഴുവൻ നിങ്ങളൊരു രാജാവായിട്ടായിരിക്കണം. നിങ്ങൾക്കൊരു അന്തസ്സുള്ള വ്യക്തിയായിരിക്കണം. ദൈവനാമം മഹത്വത്തിനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ചിലർ പറയും ദൈവത്തെ ആരാധിക്കാനാണ്. സ്വർഗത്തിലെ കോടിക്കണക്കിന് ദൈവദൂതന്മാരുള്ളപ്പോൾ ഇവിടെ ഒരു 2 മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാനാണോ? അല്ല, ഭരിക്കാനാണ്. ഹല്ലേലൂയ. ഭരിക്കാനായിട്ടാണ് കേട്ടോ. ഹല്ലേലൂയ. ടു ഡൊമിനേറ്റ്, അടക്കി ഭരിക്കാൻ, അടക്കി വാഴാൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നമ്മളെ സൃഷ്ടിച്ചത് പിന്നെ പാപത്തിൽ വീണ് കഴിയുമ്പോഴാണ് നമ്മളെ ആരാധിക്കാൻ പഠിപ്പിച്ചത്. അതും എന്തിനാണ്? ദൈവത്തിന് സ്വോത്രം എന്ന് പറയാനല്ല, ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിക്കാനാണ്. ഞാൻ ആരാധിക്കുന്നത് എന്തിനാ? ദൈവത്തെ അങ്ങ് പുകഴ്ത്തിയിട്ട് ദൈവമേ കർത്താവേ സ്വോത്രം, ഹല്ലേലൂയ നീ നല്ലവനാ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ശക്തി എനിക്ക് കിട്ടാനാണ്, അല്ല ദൈവത്തിന് മഹത്വം കിട്ടാനല്ല. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അവൻ മഹത്വത്തിൽ ഇരിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയെ ദൈവത്തിന് തുല്യമായിട്ട് ഭരിക്കുവാൻ രക്ഷിക്കപ്പെട്ട നാം ഭിക്ഷക്കാരല്ല, നാം സിംഹതുല്യരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകും. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടി ഭരിക്കാനുള്ള ശക്തിയുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ശ്രീമാൻ AK ആൻ്റണി ഭക്ഷ്യമന്ത്രിയായിരുന്നു, പിന്നീട് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. അതിന് മുമ്പ് ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്തു. എൻ്റെ ഓഫീസിലുള്ളൊരു ഫോൺ ചെയ്തു. PG വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഒന്ന് കാണണം. ഉടനെ തന്നെ അപ്പോയിൻമെൻറ്റ്. വളരെ സരളമായ മനുഷ്യനാണ്. ബാക്കി എല്ലാവരും വലിയ കൊട്ടാരം പോലുള്ള വീട്ടിനകത്ത് താമസിക്കുമ്പോൾ അദ്ദേഹം MP-യുടെ വീട്ടിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്നാട്ടെ. ഞാനകത്ത് ചെന്നു, വർത്തമാനം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ബൈബിളൊക്കെ കൊടുത്തു. അദ്ദേഹം വിശ്വാസിയാണ് കേട്ടോ, പലരും വിചാരിക്കുന്ന പോലെ അല്ല. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു, വർഗീസ് സാർ, ബാക്കി അദ്ദേഹം എന്നെ അങ്ങനെ വിളിച്ചത്, വർഗീസ് സാർ, സാധാരണ എല്ലാവരും കരുതുന്ന പോലെ ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല. ഇത്രയേ ഉള്ളൂ, എൻ്റെ വിശ്വാസം എൻ്റേതാണ്, അതിനകത്ത് വേറെ ആരും കൈയിടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഡെയിലി ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വായിക്കാനുള്ള കുറേ ബൈബിൾ വാക്യങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഇപ്പോഴത് കിട്ടത്തില്ല കേട്ടോ, പണ്ടുണ്ടായിരുന്നു. മില്ലിഗ്രാമും 10,000-കണക്കിന് കോപ്പികൾ എല്ലായിടത്തും ലോകം മുഴുവൻ അയച്ചു കൊടുത്തു. അത് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു ബൈബിൾ തരാം. ബൈബിൾ വാങ്ങിച്ചു, മലയാളം വാങ്ങിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും അറിയാം മലയാളവും അറിയാം. ഞാൻ പറഞ്ഞു രണ്ടും എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം മലയാളം വാങ്ങിച്ചു. ഞാൻ അവിടുന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു, അങ്കിളെ ഇന്നലെ ബോംബെയിൽ ഭയങ്കരമായിട്ടൊരു ബോംബ് പൊട്ടി. എന്തുമാത്രം നാശനഷ്ടം ഉണ്ടായെന്നറിയാം. ആളുകൾക്കൊന്നും പറ്റിയില്ല, കാരണം രാത്രിയിലായിരുന്നു. പക്ഷേ കെട്ടിടത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. ഇനി അടുത്ത ടാർഗറ്റ്, പത്രക്കാർ പറയുന്നത് അടുത്ത ടാർഗറ്റ് ഡൽഹിയിലാണ്. ഞാൻ പറഞ്ഞു ഷടം. എന്നെ ദൈവം ഡൽഹിയിലാക്കി വെച്ചിരിക്കുന്നത് ഡൽഹി ഇടിഞ്ഞു വീഴുന്നത് കാണാനല്ല, ഡൽഹി പൊട്ടിത്തെറിക്കാനല്ല. എന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്നെ കാവൽക്കാരനായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഇല്ല നടക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ അവിടുന്ന് വരുന്ന സമയത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിനെ നോക്കി, പ്രൈം മിനിസ്റ്ററുടെ വീടിനെ നോക്കി, ഓരോ സ്ഥലത്തും നോക്കിയാണ് പറഞ്ഞു, ഇല്ല യാതൊന്നും പൊട്ടിയില്ല കേട്ടോ. ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് പത്രത്തിനകത്ത് വന്നു. അവരുടെ സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ മാത്രം പ്രാർത്ഥിച്ചെന്നാണോ പറയുന്നത്? അല്ല, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശക്തിയുണ്ട്, അന്ധകാര ശക്തികളെ ബന്ധിക്കുവാനുള്ള ശക്തിയുണ്ട്. ദൈവമായിട്ട് നമ്മളെ എന്തിനാണ് ഇവിടെ ദൈവം ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ചത്? ഭരിക്കാൻ, അടക്കി വാഴാൻ. ശത്രുവിനോട് പറയാനൊക്കും, അതിരിട്ടിരിക്കുന്നു, ഇങ്ങോട്ട് കടക്കരുത്, അപ്പുറത്തോട്ട് പോയാട്ടെ, ഇങ്ങോട്ട് കടക്കരുത്. ഞാൻ നിങ്ങളുടെ ഒരിക്കൽ പറഞ്ഞതാണ്, ഞാൻ താമസിക്കുന്നത് 15-ാമത്തെ നിലയിലാണ്, ഒരു കെട്ടിടത്തിൻ്റെ 15-ാമത്തെ നിലയിൽ.
അതുകൊണ്ട് കയറി വരാമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അങ്ങോട്ട് ആദ്യം ലിഫ്റ്റിനകത്താണ് വരുന്നത്. അതിനകത്ത് വരുന്ന പറഞ്ഞാൽ ഇടത്ത് വശത്തൊരു വീടുണ്ട്, വലിയ വീടാണ്. ഞാൻ 2 വീട് ചേർന്ന് 2 ഫ്ലാറ്റ് ചേർന്ന ഒരു ഫ്ലാറ്റാണത്. 2.5 ഫ്ലാറ്റുള്ളത്, വലിയ പണക്കാരാണ്. അതിൻ്റെ വാതുക്കലെല്ലാം അവരുടെ ദൈവങ്ങളുടെ രൂപങ്ങളാണ്, ഒത്തിരി ഉണ്ട്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വലത്തുവശത്ത് ഞങ്ങളുടെ ഫ്ലാറ്റ്, ഇടത്തുവശത്ത് ഒരു കാശ്മീരി ബ്രാഹ്മണൻ ബിസിനസ്സുകാരൻ്റെ ഫ്ലാറ്റ്. അവിടെ ഒത്തിരി ബിംബങ്ങളാണ്, ഒത്തിരി ബിംബങ്ങളാണ്, ഒത്തിരി ബിംബങ്ങളാണ്. ചില ബിംബങ്ങളൊക്കെ ഞങ്ങളുടെ മതിലിനകത്തൂടെ വന്നിട്ടുണ്ട്, അകത്തല്ല പുറത്ത് വന്നിട്ടുണ്ട്, കുറച്ച് ഇങ്ങോട്ട് കയറി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചിലർ പറയും, അയ്യോ ഭയങ്കര പോരാട്ടമായിരിക്കുമല്ലോ. ചോദിച്ചാട്ടെ, ആ ദൈവങ്ങളോട് ചോദിച്ചാട്ടെ. എനിക്കെന്തുവാ? ഒന്നുമില്ല. ഞാൻ പറയും, എൻ്റെ ഈ ഫ്ലാറ്റ്, എൻ്റെ 15ാമത്തെ നിലയിൽ പോലും ഒരു ദുഷ്ടാത്മാവ് കയറത്തില്ല. കാരണം ഞാനകത്ത് നടക്കുന്നത് യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ടാണ്, ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് 15ാമത്തെ നിലയിൽ കയറത്തില്ല. കാരണം ഞാൻ അടക്കി ഭരിക്കാനാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെയും പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, കോവിഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഒത്തിരി പേര് മരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ വരെ, ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യത്തെ വീട്ടിനകത്ത് വരെ കോവിഡ് വന്നു. താഴെ പലയിടത്തും വന്നു. ഞാൻ ആ സമയത്ത് എണ്ണ എടുത്തിട്ട് എൻ്റെ കഥകൾ പുരട്ടിയിട്ട് പറഞ്ഞു, ഇതിനകത്തോട്ട് കയറത്തില്ല, എൻ്റെ വീടിനകത്ത് അന്ധകാര ശക്തി വരത്തില്ല. കോവിഡ് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അന്ധകാര ശക്തികൾ ആരൊക്കെ എന്തൊക്കെ ബിംബം ചെയ്താലും ഏതൊക്കെ മന്ത്രം ചെയ്തു കഴിഞ്ഞാലും എന്നോട് അടുക്കത്തില്ല, നിൻ്റെ കൂടാരത്തിനോട് ഒരു ബാധയും അടുക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് നിനക്ക് ആ വലിയൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. നീ സിംഹതുല്യനായിട്ട് അടക്കി ഭരിക്കാൻ കഴിയണം. 13ാമത്തെ കാര്യം, സിംഹം ഓടുന്ന ഒരു ജീവിയാണ്. എല്ലാത്തും ഓടും, ചിലത് എഴയും. ഇത് സിംഹം ഓടുന്നതാണ്. അതിൻ്റെ സ്പീഡ് എന്തുമാത്രം ഉണ്ടെന്നറിയാം. 1 മണിക്കൂറിന് 81 കിലോമീറ്റർ. ഒരു നല്ല കാറിൻ്റെ സ്പീഡ്. ഒരു കാറ് പോകുന്നത് കൂടിപ്പോയാൽ 60 കിലോമീറ്ററൊക്കെ പാടുള്ളൂ, 70, 80. ഒരു നല്ല കാറിൻ്റെ നല്ല സ്പീഡ് 81 കിലോമീറ്റർ സ്പീഡിനകത്തോടാം. ഇനിയും കേട്ടാട്ടെ, എന്തുമാത്രം ഉയരത്തിൽ ഇത്രയും ഭാരമുള്ള ഒരു സിംഹം ചാടുമെന്നറിയാമോ? 36 അടി എന്ന് പറഞ്ഞാൽ 11 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മീറ്റർ എന്ന് ഏകദേശം 4 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരത്തിൽ ചാടും ഒരു സിംഹം. വെയിറ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം എത്ര വലുതായിരുന്നാലും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ രാവിലെ 2 കിലോമീറ്റർ നടക്കും. ഏകദേശം 30-35 മിനിറ്റ് ഞാൻ എക്സർസൈസ് ചെയ്യും. വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 31:4, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയന്മാരുടെ കൂട്ടമുണ്ട്. വിചാരിച്ച ഒരു 10-15 ഇടയന്മാരുണ്ട്. ഒരു 500 ആടിനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോഴിതിനെ ഇര കണ്ട് കഴിയുമ്പോൾ ഇത് മുരളുമ്പോൾ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാൽ എല്ലാ ഇടയന്മാരും കൂടെ വരികയാണ്. അവർ വന്നു കഴിഞ്ഞ് ശബ്ദം ഉണ്ടാക്കും, പാട്ട കൊട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. വിളിച്ചു കൂട്ടിയാലും അതവരുടെ കൂക്ക് വിളി കൊണ്ട് ചുളുങ്ങാതെയും, ഹല്ലേലൂയ, പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. സിംഹത്തെ പോലെ. ഹല്ലേലൂയ. ആളുകൾ എന്തെല്ലാം ശബ്ദം ചെയ്താലും, എന്തെല്ലാം മന്ത്രം ചെയ്താലും, എന്തെല്ലാം കാണിച്ചാലും ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സിംഹത്തെ പോലെ നടക്കണം, സിംഹത്തെ പോലെ ഓടണം, സിംഹത്തെ പോലെ ചാടണം, സിംഹത്തെ പോലെ പ്രവർത്തിക്കണം. ആണായാലും പെണ്ണായാലും സിംഹമായാലും സിംഹിയായാലും അതുപോലെ ജീവിക്കണം. ഞാൻ കട്ടറായിൽ ചെന്ന സമയത്ത് ഒരു ദിവസം ഞാൻ 8 മണിയായപ്പോൾ ട്രാക്ടർ കൊടുക്കാൻ പോകും. രാവിലെ 8 മണിക്കായിട്ട് വന്നിട്ടാണ് പല്ല് തേക്കുന്നത്. കാരണം എനിക്കൊരാഗ്രഹം, ആദ്യത്തെ ബസ് പോകുന്നതിന് മുമ്പ് എനിക്ക് ട്രാക്ടർ കൊടുക്കണം. ഞാൻ ട്രാക്ടർ കൊടുത്ത് വെച്ച് തിരിച്ചു വന്ന് പല്ല് തേക്കുകയാണ്. അന്നേരമാണ് അവിടുത്തെ അമ്പലത്തിലെ ഒരു മന്ത്രവാദി, വലിയ മന്ത്രവാദി അതുവഴി വരുന്നു. കുറിയൊക്കെ തൊട്ട് വാളത്താറുമൊക്കെ കൊടുത്ത നല്ല മനുഷ്യൻ. എന്നെ കണ്ടും വെച്ച് പറഞ്ഞു, നിങ്ങളാരാ ഇവിടെ പുതുതായിട്ട് വന്ന ആളാണോ? അതെ. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ് എൻ്റെ വീട്ടിൻ്റെ ഉടമസ്ഥൻ. എന്നൊക്കെ ചോദിച്ചു, നിങ്ങൾ പുതുതായിട്ട് വന്നതാണോ? ആണ്. ആരാണ് നിങ്ങൾ? ഞാൻ പറഞ്ഞു, യേശുവിനെ പറ്റി പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ്. ആഹാ, സൂക്ഷിച്ച് വേണം കേട്ടോ. ഞാൻ ആരാണെന്ന്, കാരണം ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞില്ല, അതാണ് അദ്ദേഹത്തിന്. ഞാൻ ആരാണെന്നറിയാം? ഞാൻ പറഞ്ഞു, ഇല്ല, മനസ്സിലായില്ല. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും പറഞ്ഞില്ല. പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ ഈ അമ്പലത്തിനകത്തെ ഏറ്റവും വലിയ മന്ത്രവാദി ഞാനാണ്.
ഞാൻ ഒരു നുള്ളും മണ്ണ് നുള്ളി നിങ്ങളുടെ നേരെ ഹോം ക്രീം, ഐസ്ക്രീം, ഫേസ് ക്രീം പറഞ്ഞിടാമെങ്കിൽ തലവേദന വന്നിട്ട് താഴെ വീഴും. ഞാൻ പറഞ്ഞു, നാട്ടെ ഞാനിവിടെ നിൽക്കാം, ഒന്ന് ഇട്ട് നോക്കിയാട്ടെ. എനിക്ക് പേടിയില്ല. എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇടയ്ക്കൂടെ കുറച്ച് സംസാരമൊക്കെ ഉണ്ടായി കേട്ടോ. കാരണം അദ്ദേഹത്തിന് ഞാൻ സല്യൂട്ട് ചെയ്തില്ല, തൊഴുതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നൊരിക്കൽ വരാം. ഞാൻ അവിടെ പിന്നീട് ഏകദേശം 4 വർഷം താമസിച്ചു. ഒരിക്കൽ പോലും അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ വരാമെന്നാണ് പറഞ്ഞു. പിന്നെ എന്നെ എപ്പോഴെങ്കിലും ഞാൻ റോഡിൽ നിന്ന് ട്രാക്ടർ കൊടുക്കുന്ന സമയത്ത് അയാൾ അതിലേക്കൂടെ പോകുന്ന സമയത്ത് എന്നെ നോക്കിക്കൊണ്ട് കഴുത്ത് അങ്ങോട്ട് തിരിച്ചങ്ങ് മാറിപ്പോകും. നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ബാക്കി വീണ്ടും വായിക്കണം. ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ സഹായിക്കാൻ ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ ദൈവവൈദ്യമായിട്ട് ജീവിക്കണം. ഞാൻ സിംഹമായിട്ട് ജീവിക്കണം. കാളയായിട്ട് ജീവിച്ചാലൊക്കത്തില്ല, കഴുതയായിട്ട് ജീവിച്ചാലൊക്കത്തില്ല, ഒരു പരാജിതനായിട്ട് ജീവിക്കാനൊക്കത്തില്ല, പാപത്തിനകത്ത് ജീവിച്ചാലൊക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് സിംഹക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കണം, നിങ്ങൾ ആരെ? ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ സിംഹമാണ്. ഹല്ലേലൂയ. ഇതാ സദൃശവാക്യം 28:1. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. ഒരു ബാലസിംഹം, സിംഹത്തിൻ്റെ കുഞ്ഞ്, ചെറിയുള്ള കുഞ്ഞ്, അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ കാര്യം? അതിൻ്റെ അപ്പൻ, അതിൻ്റെ അമ്മ, ചിലപ്പോൾ അതിൻ്റെ കൊച്ചമ്മ, അതിൻ്റെ മാവി ഒക്കെ അവിടെ കാണും. ഒന്നുമില്ലെങ്കിൽ അപ്പനും അമ്മയും എപ്പോഴും കൂടെ കാണും കേട്ടോ. നിങ്ങൾ അപ്പൻ സിംഹം, അമ്മ സിംഹം നിങ്ങളുടെ ജോലിയാണ്. ഇനി ഒരു സംഭവം പറയുകയാണ്. 2021 നവംബർ മാസം 9-ാം തീയതി ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് 4 വർഷമേ ഉള്ളൂ, അമ്മ സിംഹം ഒരു ഇരയുടെ പുറകെ പോയി, അപ്പൻ വേറൊരെണ്ണത്തിൻ്റെ പുറകെ പോയി, കുഞ്ഞവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മരത്തിൻ്റെ മേളിലിരുന്ന ഒരു പുള്ളിപ്പുലി ചാടി വന്നിട്ട് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് പോകും. ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടു. അതിനെ കടിച്ചു തിന്ന് കളഞ്ഞു. എന്താ കാര്യം? അമ്മ നോക്കിയില്ല, അപ്പൻ നോക്കിയില്ല. നാമും ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ, നമ്മുടെ പെമ്മക്കളെ പിടിക്കാൻ, നമ്മുടെ ആൺമക്കളെ പിടിക്കാൻ പുള്ളിപ്പുലി നടപ്പുണ്ട്, സാത്താൻ നടപ്പുണ്ട് കേട്ടോ. സാത്താൻ്റെ ഏജൻറ്റുമാരുണ്ട്. അവർ കഞ്ചാവും കൊണ്ട് നടക്കുന്നുണ്ട്, ലഹരിയും കൊണ്ട് നടക്കുന്നുണ്ട്, പ്രേമലേഖനവുമായിട്ട് നടക്കുന്നുണ്ട്, വീഡിയോ ക്ലിപ്പിങ്ങുമായിട്ട് നടക്കുന്നുണ്ട്, മതം മാറ്റാൻ നടക്കുന്നുണ്ട്, ഉഗ്രവാദിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഹല്ലേലൂയ. ഇതാ വേദപുസ്തകം പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 4-5. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താൻ്റെ ജന്മദിവസത്തിൽ തങ്ങളുടെ വീടുകൾ, ഇയ്യോബിൻ്റെ വീട്ടിലെ കാര്യം പറയാണ്, തങ്ങളുടെ വീടുകളിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്തായിരുന്നു. അവർ മക്കൾ 10 പേരുണ്ട്. ആ 10 പേരും തമ്മിൽ ഒരു ഐക്യത ഉണ്ടായിരുന്നു. ഇനി പറയുന്നത് കേട്ടാട്ടെ. നിങ്ങൾ പ്രായമായി കഴിയുമ്പോൾ, 40 വയസ്സായി കഴിയുമ്പോൾ, 50 വയസ്സായി കഴിയുമ്പോൾ സഹോദരന്മാർ 2 പേരേ ഉള്ളതിലും 3 പേരേ ഉള്ളതിലും ശരി, ആ പണ്ടുണ്ടായിരുന്ന ഐക്യത ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു ലൂസ് ഐക്യത അന്നേരം ഉണ്ടായിരിക്കണം. അകന്ന് താമസിക്കരുത്, ശത്രുവായിട്ട് ജീവിക്കരുത്, ഒരു ലൂസ് കണക്ഷൻ. അവർ ജീവിച്ചുകൊണ്ടിരിക്കും. പലരും കല്യാണം കഴിച്ചായിരിക്കണം കേട്ടോ. അതിൽ 10 മക്കളുണ്ടെങ്കിൽ പ്രായമായവരാണ്. അവരുടെ വീടുകളിലൊക്കെ അവരൊരു സദ്യ ഒരുക്കുമായിരുന്നു. വല്ലപ്പോഴുമൊക്കെ പെമ്മക്കളെയും വിളിക്കുമായിരുന്നു. ഈ 10 പേരിനകത്ത് പെമ്മക്കളുമുണ്ട്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം. എന്നാൽ വിരുന്നു നാളുകൾ തീരുമ്പോൾ ഇയ്യോബ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തേച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും. ഈ 7 പുത്രന്മാരും അവരുടെ വീടുകളിനകത്ത് ആഹാരം വെക്കുകയാണ് അല്ലേ. ഈ ആഴ്ച ഇവിടെ, അടുത്ത ആഴ്ച ഇവിടെ, 10 ദിവസം കഴിയുമ്പോൾ ഇവിടെ, അങ്ങനെ ഓരോരുത്തർക്കും. ഇയ്യോബിനൊരു സംശയം, അവർ വലിയ പണക്കാരനല്ലയോ, ഭയങ്കര പണക്കാരനല്ലയോ. അപ്പോൾ ഇവരെല്ലാം കൂടെ വന്നിരുന്ന ആഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പം ഒരാൾ പറയും, നമ്മുടെ ദൈവം, ദൈവം നമ്മുടെ അപ്പന് സ്വത്തം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആഹാരം കഴിച്ചാൽ ദൈവം എവിടെ? ഒരു സംശയം ഉണ്ടായി. പറയുന്ന അവർ ഹൃദയത്തിനകത്തെങ്കിലും ദൈവത്തെ തള്ളി പറഞ്ഞു കാണും. കാരണം അവർ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ചു, വയറുമൊക്കെ നിറഞ്ഞു, വീഞ്ഞുമൊക്കെ കുടിച്ചു. അവർ വീഞ്ഞു കുടിക്കും, നമ്മൾ കുടിക്കരുത് കേട്ടോ, നമ്മൾ കുടിക്കരുത്, അവർ കുടിക്കും. അത് പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും പറയാം. അവർ വീഞ്ഞൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക്, കുറച്ച് വീഞ്ഞൊക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് തലയ്ക്കൊരു ചെറിയൊരു ഓളമുണ്ട്. ദൈവടാ, ചുമ്മാ അതിനടാ, അതൊക്കെ പഴയ കാര്യം, നമ്മുടെ അപ്പച്ചനൊക്കെ പറയും, നമ്മുടെയൊക്കെ കൈബലം കൊണ്ട്, നമ്മുടെ ഭുജബലം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ ഒരു സംശയം. ഹൃദയം കൊണ്ട് ദൈവത്തെ നിന്ദിച്ചു പോയോ എന്ന് മനസ്സിനകത്ത് ചിന്തിക്കുന്നത് പോലും കാണുന്നവനാണ് എൻ്റെ ദൈവം. എനിക്ക് പേടിയുള്ള ഒരു കാര്യമാണ്. ഞാനൊരു സ്ത്രീയെ കാണുമ്പോൾ
വേറൊരു ശത്രുവിനെ കാണുമ്പോൾ, എനിക്ക് ദോഷം ചെയ്തവരെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എന്ത് ചിന്തിക്കുന്നു അതുപോലും കാണുന്നവനാണ് എൻ്റെ ദൈവം. അപ്പോൾ അവൻ അവരെ എല്ലാവരെയും വിളിച്ചപ്പോൾ വന്നു. അപ്പൻ വിളിച്ചാൽ ചെല്ലണം കേട്ടോ. എന്തിനാ? അവർക്ക് മനസ്സിലായി ഇത് ആരാധിക്കാനാണ്, അനുഗ്രഹിക്കാനാണ്. അവരെല്ലാവരും കൂടെ വന്നു. അവൻ ഓരോരുത്തർക്കും വേണ്ടി ഓരോ മൃഗത്തെ യാഗം കഴിച്ച്, അന്ന് യാഗത്തിൻ്റെ വ്യവസ്ഥയൊന്നുമില്ല, പക്ഷേ വ്യവസ്ഥ ഇല്ലെങ്കിലും എന്ത് ചെയ്തു? കാരണം ആദാമിനോട് പറഞ്ഞതൊക്കെ കേട്ട് കാണുന്നു. അബ്രഹാമിന് മുമ്പേ ഉണ്ടായവനാണ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സമകാലികനാണ്, അബ്രഹാമിന് ശേഷമുള്ളവനല്ല. വ്യവസ്ഥ ഇല്ലെങ്കിലും അവൻ യാഗം കഴിച്ചു, അതിൻ്റെ രക്തം അവരുടെ മേൽ തളിച്ചു. ഒന്നുകൂടെ വായിക്കണോ ഞാൻ? അങ്ങനെ 5-ാമത്തെ വാക്യം. വിരുന്നാളുകൾ തീരുമ്പോൾ അയ്യോ, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തേച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളാഴ്ച അവർ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങൾ കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. രക്തം. അയ്യോ, ഈ ചോരയൊക്കെ തളിച്ച് കഴിയുമ്പോഴത്തേക്ക് വസ്ത്രമെല്ലാം ചീത്തയാകത്തില്ലയോ? പിന്നെ പോയിട്ട് കുളിച്ച് എന്തുമാത്രം പ്രയാസമാണ്. അനുഗ്രഹമാണ് കേട്ടോ. നിനക്കും ചിലപ്പോൾ നിൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലെന്ന്. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ കൊച്ചുനാൾ എന്ത് വൈത്ര നേരം വരുന്നുണ്ട്, രാവിലെ വെളുപ്പിന് 4 മണി 5 മണിയാകുമ്പോഴേ വിളിക്കുന്നു, മറുകാനും സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഞാൻ ഇസ്രായേലിലായിരിക്കുന്ന സമയത്ത് ഒരു കാര്യം കണ്ടു. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. ചിലപ്പോഴൊക്കെ ഞാൻ പോകുന്നത് അവരുടെ സ്പിരിച്വൽ ഗൈഡായിട്ടാണ്. ഓരോരുത്തർക്കും വിശദീകരിച്ചു കൊടുക്കണം ആത്മീയാർത്ഥം. അവിടെ ഉണ്ടായിരിക്കുന്ന ടൂറിസ്റ്റ് ഗൈഡുമാർ അവർ വിശദീകരിക്കും, ഇതാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ മലയാളികളുടെ കൂട്ടത്തിൽ പോയപ്പോൾ 3 പ്രാവശ്യം കണ്ടാൽ പോയത്. അച്ഛൻ കുഞ്ഞലന്തൂരാണ്. അദ്ദേഹം പറയും ഇതിൻ്റെ അർത്ഥം ഇതാണ്. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ആത്മീയാർത്ഥം പറയാൻ എൻ്റെ ചുമതലയാണ്. അതിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം പ്ലെയിൻ ടിക്കറ്റൊക്കെ തന്നിട്ട് ഹോട്ടൽ ചാർജ് എല്ലാം തന്നിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാനിങ്ങനെ പറയും, വെള്ളിയാഴ്ച രാത്രി, അതായത് ശനിയാഴ്ച തുടങ്ങുന്ന സമയത്ത് അതവരുടെ ശബത്താണ്. ഞാൻ കാണിക്കും ചില ഹോട്ടൽ. ഒരിക്കൽ വീട്ടിലും കൊണ്ടുപോകാനത്തോ വലിയ പ്രയാസമാണ് കിട്ടാൻ, എങ്കിലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ ഹോട്ടലിനകത്ത് കാണാം. ഹോട്ടലൊന്നും കേട്ടത്തില്ല എന്ന് വേറെ ആരെയും. പക്ഷേ അച്ഛൻ കുഞ്ഞലന്തൂറിന് അവരുമായിട്ടൊക്കെ ചില കോണ്ടാക്റ്റ് ഉള്ളത് കാരണം അതിന് ചോദിക്കും, നമ്മൾ ദൂരം നിന്ന് കണ്ടോണം, അടുത്ത് എല്ലാം പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. നമ്മൾ നോക്കിയാട്ടെ. അവരൊരു കുടുംബം, അവിടെ ഒരു കുടുംബം കാണാം. ഹോട്ടലിനകത്തൊരു കുടുംബമായിരിക്കും. 3 മക്കൾ, വേറെ അവരുടെ അപ്പനിരിക്കുന്നു പ്രധാനപ്പെട്ട കസേരയിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട്. എന്നിട്ട് അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് വേദപുസ്തകം തുറക്കുന്നു, തോറ, മോശയുടെ പുസ്തകം. അത് വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കും. എന്താ അർത്ഥം ഇരുന്നുകൊണ്ടാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹം അപ്പമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ കൈയൊക്കെ ആക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് അത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ വീഞ്ഞെടുക്കുന്നു, ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുന്നു, നിറച്ചൊഴിക്കുന്നു. പകുതിയിലധികം അദ്ദേഹം കുടിക്കും. ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കും. എന്നിട്ട് അദ്ദേഹം കൈവച്ചിട്ട് ഭാര്യയെ അനുഗ്രഹിക്കുന്നു, മക്കളെ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരെ കാണും. ഇതാണ് കുടുംബ പ്രാർത്ഥന. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ശബത്തിന് മുമ്പേ. അന്ന് മാത്രമേ ഉള്ളെന്നോ അതിനർത്ഥമാണോ? കാരണം പലയിടത്താണ്. എന്നിട്ട് ഞാൻ അവരെ പഠിപ്പിക്കും, എൻ്റെ കൂടെ വന്നിട്ടുള്ളവരെ പഠിപ്പിക്കും. ഞാനൊരു ചെറുപ്പക്കാരനെ വിളിച്ചപ്പോൾ ചോദിച്ചു, എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി തോന്നത്തില്ലയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നോ, വി ആർ ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ഫ്രൈഡേ ഈവനിങ് സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഫാദേഴ്സ് ബ്ലെസ്സിങ്. നിങ്ങൾക്കൊരാഗ്രഹം വേണം, എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം വേണം. എല്ലാ വെള്ളിയാഴ്ചയും ഇല്ലെങ്കിലും വല്ലപ്പോഴും അപ്പൻ്റെ മുമ്പാകെ ചെന്ന് മുട്ടുകുത്തിയിട്ട് പറയണം, എൻ്റെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞാൻ അധികം ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എൻ്റെ അപ്പൻ്റെ അനുഗ്രഹം. എങ്കിലും പപ്പ ജീവിച്ചിരിക്കുമ്പം ഒരു 10-25 പ്രാവശ്യം എന്നെ അനുഗ്രഹിച്ച് കാണും. എന്നാൽ എൻ്റെ അമ്മച്ചിയെടുക്കെ ചെല്ലുവാൻ ഇതൊക്കെ പഠിച്ചു വന്നപ്പോൾ സമയമെടുത്തു. പപ്പ നേരത്തെ മരിച്ചു. അമ്മച്ചി കുറച്ച് നാളോടെ ജീവിച്ചിരുന്നു. അമ്മച്ചിയുടെ അടുക്കൽ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അമ്മച്ചിയുടെ കൈ പിടിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറ്. അനുഗ്രഹം വാങ്ങിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കണം, മക്കളെ വിളിച്ച് അനുഗ്രഹിക്കണം. ഇയ്യോബ് എല്ലാ ആഹാരം കഴിയുന്ന ദിവസവും അങ്ങനെ ചെയ്തു, എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്തു വന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, എനിക്കും നിനക്കും ഒരു ചുമതലയുണ്ട്, നമ്മുടെ കുടുംബത്തെ കാത്തുസൂക്ഷിക്കുവാൻ, അവരെ ആത്മീകമായിട്ട് കാത്തുസൂക്ഷിക്കുവാൻ, ഭൗമികമായിട്ട് കാത്തുസൂക്ഷിക്കുവാൻ. എൻ്റെ മക്കൾ കല്യാണം കഴിയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എവിടെയെങ്കിലും പോയി താമസിച്ചാട്ടെ. ഒരു ഫലിതം പറയട്ടെ, യഥാർത്ഥ സംഭവം. എൻ്റെ മൂത്ത മോൻ കല്യാണം കഴിഞ്ഞ് വെച്ച് വന്നു, ഭാര്യയുമായിട്ട് വന്നു, ബബിത.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വട്ടമേശയാണ് ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അബി കല്യാണം കഴിച്ചു വെച്ച് വന്നു, വളരെ സന്തോഷം, ഒരു 6 മാസം ഈ വീട്ടിൽ താമസിക്കാൻ, അത് കഴിയുമ്പോൾ മാറിക്കോണം കേട്ടോ. അബി ഉടനെ പറഞ്ഞു, 6 മാസമോ? ഞാൻ വിചാരിച്ചു 3 മാസം കഴിയുമ്പോൾ മാറാമെന്ന്. ആ ആറ്റിറ്റ്യൂഡിനകത്ത് വളർത്തിയെടുത്തുകൊണ്ടാണ് അത് പറ്റിയത് അല്ലേ. അവർ മാറി താമസിച്ചു കഴിഞ്ഞാൽ അവർ ഒരു മകൻ പുരുഷനായിത്തീരും. മാറി താമസിക്കത്തുള്ള മോനായിരിക്കും, മരുമോളും മോളായിരിക്കും. അവർ മാറി താമസിച്ചു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയാവും. എപ്പോഴും എല്ലായിടത്തും ഒക്കത്തില്ല, പക്ഷേ ബാക്കിയുള്ളിടത്ത് അതിനുള്ള സൗകര്യം ഒക്കുമെങ്കിൽ ഒരുക്കി കൊടുക്കണം. പക്ഷേ അവരെ സുരക്ഷിതരായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ, ആത്മീയരായിട്ട് കാത്തു സൂക്ഷിക്കുവാൻ. ഇന്ന് രാവിലെയും ഞാൻ എത്ര മണിക്കുണന്നു? 4 മണിക്കുണന്നു തോന്നുന്നു, 5 മണിക്കുണന്നു. 5 മണിക്കാണ് അലാറം വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ 4 മണിക്കൊക്കെ ഉണർന്നു പോകും. 5 മണിക്കുണന്നു എഴുന്നേറ്റ് എഴുന്നേറ്റ് എൻ്റെ കുടുംബ പോർട്ടലിലോട്ട് നോക്കി. എന്നിട്ട് ഈ ഇയ്യോബ് ചെയ്തതുപോലെ, ഈ സിംഹത്തിൻ്റെ പോലെ ഞാൻ എൻ്റെ ഓരോ മക്കൾക്കായിട്ടും യേശു ക്രിസ്തുവിൻ്റെ രക്തം തളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ സ്പൗസസ്, അവരുടെ ഇണയായ തുണയ്ക്ക് വേണ്ടിയും രക്തം തളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നലെ അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ ആൺമക്കളും കൊച്ചുമക്കളും സ്പൗസസും, എൻ്റെ പെൺമക്കളും ആൺമക്കളെല്ലാം യഥാർത്ഥ ആത്മികരായ പുരുഷന്മാരായിരിക്കട്ടെ. എൻ്റെ പെൺമക്കളെല്ലാം മാന്യ വനിതകളായിരിക്കട്ടെ, വിശ്വാസികളായിരിക്കട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു സഹോദരി, അവരുടെ കൊച്ചുനാളിൽ തൊട്ട് ഞാനാണ് അവരെ രക്ഷയുടെ അനുഭവത്തിൽ നടത്തിയത്. അവരുടെ അമ്മ എൻ്റെ ഒരു മീറ്റിങ്ങിനകത്ത്, പഞ്ചാബിൽ എൻ്റെ ഒരു മീറ്റിങ്ങിനകത്ത് അവരുടെ അമ്മ രക്ഷിക്കപ്പെട്ടതാണ്. അന്ന് ആ പെൺകുട്ടിക്ക് 17 വയസ്സാണ്. എന്ന പ്രായമായി അവരുടെ വീട്ടിൽ പോയിരുന്നു. ഇന്നലെ വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു, എൻ്റെ മോന് വേണ്ടിയൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ, ഞങ്ങളൊന്ന് വീഡിയോയ്ക്കകത്ത് വരട്ടെ. അവർ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ 3 പേരും കൂടെ, ആ അമ്മയും ആ മകനും ഞാനും കൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. കാരണം അവനെ കള്ളന്മാർ പിടിച്ചു, അവൻ്റെ ക്രെഡിറ്റ് കാർഡ് അടിച്ചുകൊണ്ട് പോയി. ഒന്നും സംഭവിച്ചില്ല, കാരണം അപ്പോഴത്തേക്കാണ് അവൻ ഫോൺ എടുത്തിട്ട് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് അവന് 1 രൂപയും നഷ്ടപ്പെട്ടില്ല. അവർ ക്രെഡിറ്റ് കാർഡും കൊണ്ടും തിരിച്ചിട്ടുമ്പോൾ ചോടിക്കളഞ്ഞു. എൻ്റെയൊക്കെ പറഞ്ഞു ഒരു ഭയപ്പെട്ടിരിക്കുകയാണ്. അതെ, ഭയം വരും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ്. എൻ്റെ കൊച്ചുവെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ അവരുടെ പ്രാർത്ഥന പഠിപ്പിച്ചു. നിങ്ങൾക്കും എടുക്കാം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. ഇനിയും പറയുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ വേദപുസ്തകത്തിനകത്ത് ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. യഹോവ പിന്നെ ഈ മോശയോട് അരുളി ചെയ്ത് 22-ാമത്തെ വാക്യം 21, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, പുരോഹിതനോടും അവരുടെ മക്കൾ മഹാപുരോഹിതനോടും പിന്നെ പുരോഹിതന്മാരും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് ഇങ്ങനെയായിരിക്കണം, ഈ അനുഗ്രഹമായിരിക്കണം. എന്നിട്ട് ഞാൻ ആ കൊച്ചിൻ്റെയൊക്കെ പറഞ്ഞു, നിന്നെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കള്ളന്മാർ അറ്റാക്ക് ചെയ്തത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ ജോലി അത്ര സ്ഥിരമല്ല, ഞാൻ ഇതുപോലെ അനുഗ്രഹിക്കാൻ പോകണം. കാരണം ഞാനൊരു പുരോഹിതനാണ്, പട്ടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതെ, സഭയുടെ ഒരു പുരോഹിതനാണ് ഞാൻ. ഐ എം എ പ്രീസ്റ്റ്. അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്. നിൻ്റെ അമ്മയുടെ ആങ്ങളയായിട്ട് നിൽക്കാം, വേണമെങ്കിൽ നിൻ്റെ വല്യപ്പനാണെന്ന് എന്നെ വിളിക്കാം. ഹല്ലേലൂയ. കാരണം നിൻ്റെ അമ്മയെ ഞാൻ കാണുന്ന സമയത്ത് നിൻ്റെ അമ്മയ്ക്ക് 17 വയസ്സേ ഉള്ളൂ. ഞാൻ നിന്നെ ഒരു വല്യപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിൻ്റെ അമ്മാച്ചനായിട്ട് കണ്ടുകൊണ്ട്, ഒരു പുരോഹിതനായിട്ട് കണ്ടുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്. തലയിൽ കൈവച്ചാട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയും, നിങ്ങൾ ഇതുപോലെ അനുഗ്രഹിക്കണം. ഒരൊറ്റ പ്രാർത്ഥന. നിങ്ങൾ പറഞ്ഞൊക്കെ യേശു പഠിപ്പിച്ചല്ലോ ഇതുപോലെ ഇത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. അത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആഹാരത്തിന് അങ്ങനെ പ്രാർത്ഥിക്കണം, ആരെങ്കിലും ചത്ത് കഴിയുമ്പോൾ അത് പ്രാർത്ഥിക്കണം, അങ്ങനല്ല, ഇതുപോലെ പ്രാർത്ഥിക്കണം. എന്നാൽ ഈ പ്രാർത്ഥന വരാമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിളിച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും. എന്നും രാവിലെ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വെളിയിൽ വരുന്ന സമയത്ത് എൻ്റെ കഥകളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. മലയാളത്തിനകത്തും ഇംഗ്ലീഷിനകത്ത് ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് ഒട്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ തലയിൽ കൈവച്ചിട്ട് ഞാൻ എന്നെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളും അത് ചെയ്യണം. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് കടലാസിന് കഥകൾ ഒട്ടിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ വായിക്കട്ടെ. നീ ഇങ്ങനെ പറയണം, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. നീ ഒരു സിംഹമാണ്, നീ ഒരു സിംഹിയാണ്,
നിൻ്റെ മക്കളെയും നീ ഇതുപോലെ അനുഗ്രഹിക്കാൻ. പക്ഷേ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും തലയിൽ കൈവച്ചാട്ടെ. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. സമാധാനം, സ്വച്ഛത. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത ഉണ്ടാകട്ടെ. നിങ്ങളുടെ സഭയിൽ സമാധാനം, സ്വച്ഛത ഉണ്ടാകട്ടെ. നിങ്ങളുടെ വരുമാനത്തിനകത്ത് സമാധാനം, സ്വച്ഛത ഉണ്ടാകട്ടെ. കടഭാരത്തിനകത്ത് ജീവിക്കുകയല്ല. ഹല്ലേലൂയ. ആവശ്യത്തിന് പ്രോസ്പെറിറ്റി, അഭിവൃദ്ധി കർത്താവ് തരട്ടെ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ചെലവ് ഒരു 40,000 രൂപയാണെന്ന് ചോദിച്ചാൽ ഒരു മാസം 40,000 കിട്ടിയാൽ പോരാ, ഒരു 60,000 കിട്ടണം. കാരണം ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കുവാൻ. മാത്രമല്ല വേറെ എങ്കിലും ആവശ്യക്കാർ കൊടുക്കാൻ, ഒരു പാവപ്പെട്ടവൻ കൊടുക്കാൻ നിങ്ങളുടെ പൈസ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് റീസണബിൾ പ്രോസ്പെറിറ്റി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഒന്നുകൂടെ വായിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ് യഹോവയുടെ നാമം ഞാൻ നിൻ്റെ മേൽ വയ്ക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.